യൂട്യൂബിൽ നോക്കി നോട്ടടി 2.25 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി മലയാളികൾ ഉൾപ്പെടെ 4 പേർ പിടിയിൽ. കർണാടകയിലെ മംഗളൂരുവിലാണ് ചെർക്കള ശില്പി പ്രിന്റിംഗ് പ്രസ് ഉടമ കരിശ്ശേരി പെരളത്തെ വി പ്രിയേഷ്, മുളിയാർ മല്ലം കല്ലങ്കണ്ടത്തെ വിനോദ് കുമാർ, പെരിയ ഷിഫ മൻസിലിൽ അബ്ദുൾ ഖാദർ, കർണാടക പുത്തൂർ ബൽനാട് ബലിയൂർക്കട്ടെ സ്വദേശി അയൂബ് ഖാൻ എന്നിവർ അറസ്റ്റിലായത്. മംഗളൂരു ക്ലോക്ക് ടവറിന് സമീപത്തെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം അറസ്റ്റിലായത്. 2,13,500 രൂപയുടെ കള്ളനോട്ടുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. കാസർഗോഡ് ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസിൽ തയ്യാറാക്കിയ നോട്ടുകളാണ് പിടികൂടിയത്. ഗോപി ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസിൽ തയ്യാറാക്കുന്ന കള്ളനോട്ടുകൾ പകുതി തുകയ്ക്ക് കർണാടകത്തിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് ഈ സംഘം ചെയ്തിരുന്നത്. നേരത്തെ 1 ലക്ഷം രൂപ ഇത്തരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് സംഘം സമ്മതിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കിയാണ് നോട്ടടിക്കുന്നതിനെ കുറിച്ച് പഠിച്ചത് എന്നും കടലാസ് അടക്കമുള്ള സാമഗ്രികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ശേഖരിച്ചതെന്നും പ്രതികൾ മൊഴി നൽകി. കള്ളനോട്ട് നിർമ്മാണം പഠിക്കാൻ യൂട്യൂബിനെ ആശ്രയിച്ച ഇവരുടെ പ്രവൃത്തിയോടൊപ്പം ഞെട്ടിക്കുന്നതാണ് വ്യാജ നോട്ട് ഉണ്ടാക്കൽ ഇത്ര എളുപ്പമാണോ എന്ന ചോദ്യം. അതിർത്തിക്കപ്പുറത്തു നിന്നും വൻതോതിൽ വ്യാജ നോട്ടുകൾ എത്തുന്നു എന്നതായിരുന്നു നോട്ട് നിരോധനത്തിന് മുൻപുള്ള പ്രധാന ആശങ്ക. എന്നാൽ പിന്നീടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ നിരവധി കള്ളനോട്ട് വേട്ടകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചാൽ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒറിജിനലിന് വെല്ലുന്ന വ്യാജ നോട്ടുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നോട്ട് നിർമ്മാണത്തിന് വലിയ രീതിയിൽ പണം ഒഴുക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ചെറിയ തോതിൽ പണം മുടക്കി വൻതോതിൽ വ്യാജ നോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരാണ് പിടികൂടപ്പെട്ടവരിൽ ഭൂരിഭാഗവും. ഇതിന് പിന്നിലെ ബുദ്ധി പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ 2,500 രൂപ നോട്ടുകൾ അച്ചടിച്ചു എങ്കിലും സുരക്ഷാ സവിശേഷതകൾ മാറ്റാതെയാണ് ഇവയും അച്ചടിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വാട്ടർമാർക്കുകൾ, സെക്യൂരിറ്റി ത്രെഡ്, ഫൈബർ, ലാട്രിൻ ഇമേജ് എന്നിവ അടങ്ങുന്നതാണ് സുരക്ഷാ സവിശേഷതകൾ. ഇവ മാറ്റുന്നത് ഒരു നീണ്ട പ്രക്രിയയാണെന്നും 5 മുതൽ 6 വർഷം വരെ എടുക്കുമെന്നുമാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ക്യാബിനറ്റ് അംഗീകാരവും ഇതിന് ആവശ്യമാണ്. 2005-ലാണ് ഇത്തരമൊരു പ്രക്രിയ അവസാനമായി നടത്തിയത്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന എല്ലാ നോട്ടുകളും പുതിയ സുരക്ഷാ സവിശേഷതകളോടെ അവതരിപ്പിക്കുകയായിരുന്നു. നോട്ടച്ചടിക്കായി ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ രാജ്യാന്തര റാക്കറ്റുകൾ സ്വന്തമാക്കുന്നതായുള്ള സംശയവും ശക്തമാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ അവയുടെ നിർമ്മാണം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് റിസർവ് ബാങ്ക് നേരത്തെ കടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 25,000 ദശലക്ഷം ടൺ പേപ്പറാണ് നോട്ട് അച്ചടിക്കാൻ ഒരു വർഷം ആവശ്യമായി വരുന്നത്. 15,000 കോടിയാണ് ഇതിനു മാത്രമുള്ള ചെലവ്. നോട്ട് അച്ചടിക്ക് ആവശ്യമായ സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനാകുന്നതോടെ കള്ളനോട്ട് എന്ന ഭീതി മറികടക്കാനാകും എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.